ബംഗളൂരുവിൽ മതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച എറണാകുളം സ്വദേശികളായ സ്മിതയുടെയും ലതയുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് സംസ്കാരം നടക്കും. അർച്ചന ചേരുകയാണ്. അർച്ചന, എപ്പോഴാണ് സംസ്കാരം? മറ്റ് വിശദാംശം? ഷമി, ഏറെ വൈകാരികമായിട്ടാണ് നാട്ടുകാർ ഈ സ്മിതയുടെയും ഒപ്പം ലതയുടെയും മരണം കേട്ടത്. കാരണം ഏറെ സന്തോഷത്തോടെയാണ് ഇരുവരും ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ആ യാത്രയാണ് ഇപ്പോൾ ഏറെ ഒരു ദുഃഖമായി മാറിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ ഇരുവരുടെയും മൃതദേഹം എത്തിക്കും. ഇവിടെ അല്പസമയം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുക. വൈകിട്ട് 4 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, നാടിൻ്റെ ആകെ നൊമ്പരമായി മാറുകയാണ് ഇരുവരും. ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇരുവരെയും കാണാനായി ഈ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗവും. ഒപ്പം ജനപ്രതിനിധികളും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഇത്തരത്തിൽ ബാംഗ്ലൂരിലേക്ക് കുടുംബശ്രീ ജില്ലാ മിഷനുമായി ബന്ധപ്പെട്ട് യാത്ര തിരിച്ചത്. ആ യാത്രയാണ് ഒരു ദുരന്തത്തിൽ കലാശിച്ചത്. ബാംഗ്ലൂരുവിലെ ഈ ശിവാജി നഗറിലെ വലിയ മതിൽ ഇടിഞ്ഞു വീണാണ് 2 പേർക്ക് ദാരുണാന്ത്യമുണ്ടായത്. 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. 2 മലയാളികളാണ്. ഇവർക്കൊപ്പം രാമമംഗലത്തുണ്ടായിരുന്ന മറ്റ് 3 പേരുണ്ടായിരുന്നവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാകുന്നത്. എന്തായാലും സ്മിതയെയും ലതയെയും സംബന്ധിച്ച് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. സ്മിത ഒരു കുടുംബത്തിൻ്റെ തന്നെ നെടുന്തൂണാണ്. 3 മക്കളാണ്. ആ മക്കളെയെല്ലാം തന്നെ പഠിപ്പിച്ച് അവരൊരു ജോലിയായി ഇപ്പോൾ സ്വസ്ഥ ജീവിതം നയിക്കേണ്ടതാണ്. എന്നാൽ അതിനിടെയാണ് സ്മിതയുടെ ഈ വിയോഗ വാർത്തയെത്തുന്നത്. ഒപ്പം ഭർത്താവും ഈ രോഗബാധിതനായി ചികിത്സയിലാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിയോഗ വാർത്ത കൂടി എത്തുന്നത്. എന്താണ് നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരു കാര്യമായി മാറുന്നത്. എന്തായാലും ഇരുവരെയും അവസാനമായി കാണാൻ ഒരു നാടൊന്നാകെ ഈ കാര്യാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും, സ്വന്തം നാട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും വൈകിട്ടോടുകൂടി 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഷമി, അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.